എല്ലാവർക്കും നമസ്കാരം. ശ്രീകണ്ഠൻ നായരുടെ തമ്മിൽ തമ്മിൽ എന്ന് പറയുന്ന ഷോയുടെ 120th എപ്പിസോഡ് കഴിഞ്ഞ ദിവസം എയർ ചെയ്തിരുന്നു. അപ്പോൾ അതിന് വിഷയം ഇതായിരുന്നു: സ്ത്രീകളുടെ വസ്ത്രധാരണത്തിന് വിലക്കോ വേഷത്തിന്റെ പേരിലാണ് സ്ത്രീയുടെ വ്യക്തിത്വം വിലയിരുത്തപ്പെടേണ്ടത് എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ ഓഫ്കോഴ്സ് സ്ത്രീകളുടെ വസ്ത്രധാരണം അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അവർക്ക് ഏത് രീതിയിൽ വസ്ത്രം ധരിക്കാനുള്ള റൈറ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അത് പേഴ്സണൽ ചോയ്സ് ആണ്. എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നുള്ളതിന് ആണുങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും സ്ത്രീകൾക്ക് വേണ്ട എന്നുള്ള വാദമായിരുന്നു അവിടെ ഉയർന്നു വന്നത് കൂടുതലും. അതിനാണ് കൂടുതൽ കയ്യടിയും കിട്ടിയത്. എതിർഭാഗക്കാർ കുറച്ച് വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ പറഞ്ഞു, പക്ഷെ അത് ഒത്തിരി ആൾക്കാർ സ്വീകരിച്ചൊന്നുമില്ല. ഈ വിഷയത്തെ പറ്റിയുള്ള എൻ്റെ കുറച്ച് കാഴ്ചപ്പാടുകളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പം ചർച്ച തുടങ്ങിയപ്പം വന്ന ഒരു വാദം, സ്ത്രീയുടെ വസ്ത്രധാരണം അവർക്ക് കിട്ടുന്ന റെസ്പെക്റ്റിന് കുറയ്ക്കാനും കൂട്ടാനും സാധ്യതയുണ്ട് എന്നുള്ള വാദമായിരുന്നു ആദ്യം വന്നത്. അപ്പം അതിന് ഒത്തിരി എതിർപ്പ് വന്നു. വസ്ത്രം വെച്ചിട്ടോ അവരുടെ ലുക്സ് വെച്ചിട്ടോ അല്ല ഒരു സ്ത്രീയെ അസസ് ചെയ്യേണ്ട, അവരുടെ പേഴ്സണാലിറ്റി വെച്ചിട്ടും അവർ എങ്ങനെയാണ് ഒരു സമൂഹത്തിന് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ വെച്ചിട്ടാണ് അവരെ റെസ്പെക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അവിടെ ഉയർന്നു വന്നൊരു സംഭവം. പക്ഷെ ഇങ്ങനെയൊക്കെ ഐഡിയോളജി പറഞ്ഞാലും നമുക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കാം. ഒത്തിരി പേര് ഇപ്പം ടോളറേറ്റിംഗ് ആണ്. സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ ഒത്തിരി ചേഞ്ചസ് വന്നതിലൊക്കെ ഒത്തിരി പേര് ആക്സെപ്റ്റിംഗ് ആണ്. എന്നാൽ കൂടി ഇപ്പോഴും ഈ ഐഡിയോളജി ഒക്കെ പറയുന്നവരും ഒരു സ്ത്രീ ഒരു പരിധിയിൽ കുറഞ്ഞ് വസ്ത്രം ധരിച്ചാൽ അവരൊക്കെ ജഡ്ജ് ചെയ്യാറും അവരൊക്കെ ഇച്ചിരി എക്സ്ട്രാ നോക്കാറും ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, വെസ്റ്റേൺ സൊസൈറ്റീസിലൊക്കെ ഇങ്ങനെ തന്നെയാണ്. യെസ്, ഓഫ് കോഴ്സ് നമ്മുടെ നാട്ടിനേക്കാളും ഫ്രീഡം വെസ്റ്റേൺ സൊസൈറ്റീസിൽ സ്ത്രീകൾക്ക് ഡ്രസ്സ് ചെയ്യാനുണ്ട്. പക്ഷെ എന്നാൽ കൂടെ അവരുടെ കൾച്ചറൽ നോംസിൽ നിന്ന് മാറി അതിലും കുറഞ്ഞ വസ്ത്രം ധരിക്കുന്നവരെ അവിടെയും ജഡ്ജ്മെന്റോടെ തന്നെയാണ് നോക്കാറ്. അവിടെ അവർക്ക് കമന്റടിയും പരിപാടികളൊക്കെ കിട്ടാറുണ്ട്. ഈയിടെ US നടന്നൊരു സർവേയിൽ 40% ആയിട്ടുള്ള അഡൽട്സ് പറഞ്ഞത് റിവീലിംഗ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഇടുന്ന സെക്ഷൽ മിസ്കണ്ടക്ട് ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണെന്നാണ്. അതുപോലെ തന്നെ UK പറയുന്നുണ്ട് 1 in 3 അഡൽട്സ് പറഞ്ഞത് അവർ ഏത് വിധത്തിലാണോ വസ്ത്രം ധരിക്കുന്നത് അത് ആൾക്കാർ അതനുസരിച്ച് അവരെ ജഡ്ജ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ സീനാദേവി കുഞ്ഞമ്മ പുള്ളിക്കാരി കൂടെ പറഞ്ഞായിരുന്നു വെസ്റ്റേൺ സൊസൈറ്റിയിൽ ഒത്തിരി ഫ്രീഡം ഉണ്ട്, ഇങ്ങനെ ഒരു ചർച്ച നമ്മുടെ നാട്ടിൽ നടക്കുന്നല്ലോ എന്നുള്ളത് തന്നെ നാണക്കേടുള്ള കാര്യമായിട്ടാണ് പുള്ളിക്കാരി അവതരിപ്പിച്ചത്. അപ്പം ഇങ്ങനെയൊക്കെ പറയുന്നവർ ഓർക്കുക, നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഇത് വെസ്റ്റേൺ സൊസൈറ്റീസിലും എല്ലാ സൊസൈറ്റിയിലും ഉണ്ട്. അവരുടെ കൾച്ചറൽ നോംസിൽ നിന്ന് മാറി വസ്ത്രം ധരിക്കുന്നവരെ അവിടെയും ജഡ്ജ് ചെയ്യാറുണ്ട്. സീനാദേവി കുഞ്ഞമ്മ വീണ്ടും പറഞ്ഞായിരുന്നു വെസ്റ്റേൺ സൊസൈറ്റീസിൽ ന്യൂഡ് ബീച്ചസ് ഉണ്ട്, അവിടെ പോയാൽ ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ന്യൂഡ് ബീച്ചസ് ഉള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ വെരി സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരെ ന്യൂഡ് ബീച്ചിൽ പോകാറുള്ളൂ. മാത്രമല്ല ഈ പോണോഗ്രഫി സൈറ്റ്സിലൊക്കെ പോയി ഈ ന്യൂഡ് ബീച്ചസ് സെർച്ച് ചെയ്താൽ അറിയാം, അവിടുത്തെ ആ ന്യൂഡിറ്റി ഈ പോണോഗ്രാഫി സൈറ്റിൽ അവരുടെ സമ്മതം ഇല്ലാതെ അത് യൂസ് ചെയ്യുകയും അത് വെച്ചിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ മാത്രമല്ല അത് എൻജോയ് ചെയ്യുന്നത്, ഇതേ വെസ്റ്റേൺ സൊസൈറ്റി ത്രൂ ഔട്ട് ദ വേൾഡ് ആൾക്കാർ ഇതൊക്കെ കാണുകയും ഇതൊക്കെ എൻജോയ് ചെയ്യുകയും ഇതൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കൂട്ടുനിൽക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം എന്താ, കൾച്ചറൽ നോംസിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ബയോളജി ഇത് എല്ലാവരുടെയും സെയിം തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടുകാരുടെ എന്തോ പ്രശ്നമാണ് ഇത് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കേണ്ട. അതെന്തുകൊണ്ടാണ് ഈ മോഡേൺ എന്ന് പറയുന്ന സൊസൈറ്റീസിലും ഇപ്പോഴും ആൾക്കാർ വേഷം വെച്ചിട്ട് ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കാരണം കുറച്ച് വർഷങ്ങൾ മുന്നേ വരെ ഇങ്ങനെ ചെറിയ വേഷം ധരിക്കുന്നതും ഇങ്ങനെ ശരീരം എക്സ്പോസ് ചെയ്യുന്നതും ഇങ്ങനെ ഹൈ ഹീൽസ്, ഫിഷ്നെറ്റ് സ്റ്റോക്കിങ്സ് അല്ലെ കുഞ്ഞു പാവാടയൊക്കെ ഇടുന്നത് പ്രോസ്റ്റിറ്റ്യൂട്ട്സും അല്ലെങ്കിൽ പോണോഗ്രാഫിയിൽ വർക്ക് ചെയ്യുന്ന പോൺ ആക്ട്രസസ് ഒക്കെ ആയിരുന്നു. പിന്നെ 1960s 70s ഫെമിനിസത്തിന്റെ സെക്ഷൽ റെവല്യൂഷന്റെ ഭാഗമായിട്ട് പെണ്ണുങ്ങൾ സ്വയം ലിബറേറ്റ് ചെയ്യുകയാണെന്നും പറഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഡ്രസ്സിങ് അവർ അഡോപ്റ്റ് ചെയ്തു തുടങ്ങിയത്. പക്ഷെ ഒത്തിരി ഫെമിനിസ്റ്റ് ഇതിനെ എതിർത്തിട്ടുണ്ട്. ലൈക്ക് ഏരിയൽ ലിവി, ഷീല ജെഫേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് ഇതിനെതിരെ സംസാരിക്കുകയും എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഈ സ്ത്രീകളെ എന്തിനെതിരെയാണോ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ഒരു ഒബ്ജക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ സെക്സിസം, മിസോജിനി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്തതാണ് വന്ന സംഭവമാണ് ഫെമിനിസം. പക്ഷെ എന്നിട്ട് ഇവര് തന്നെ ഈ തുണി ഊരി ഇവര് ലിബറേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവരെ തന്നെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നതിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ആയിരുന്നു അവരുടെ വാദം. അത് ഒരു തരത്തിൽ നോക്കിയാൽ ശരിയല്ലേ? പണ്ട് പുരുഷന്മാർക്ക് ഒരു സ്ത്രീയെ നേക്കഡായിട്ട് കാണുന്നത് ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ്, ഇപ്പൊ സ്ത്രീകൾ തന്നെ തുറന്നു കാണിക്കുകയാണ്. അത് അവരെ എംപവർ ചെയ്യുന്നു എന്നാണ് സ്ത്രീകൾ പറയുന്നത്. ഇത് ശരിക്കും ആരുടെ നീഡ്സ് ആണ് ഇത് മീറ്റ് ചെയ്യുന്നത്? ഇങ്ങനെ സ്ത്രീകളെ ന്യൂഡായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ നീഡ്സ് ആണ് ഇതിപ്പോൾ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വന്നൊരു ചോദ്യമാണ്, പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ഇങ്ങനത്തെ വിലക്കൊക്കെ ഉള്ളു, അവരെ ജഡ്ജ് ചെയ്യുന്ന ആണുങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നുണ്ടായിരുന്നു. ആണും പെണ്ണും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡിഫറൻസസ് നമ്മളിപ്പോൾ മറന്നു പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നത്. എന്തുകൊണ്ടാണ് പെണ്ണുങ്ങൾക്ക് കൂടുതൽ കൺട്രോളും ആണുങ്ങൾക്ക് അത്രയും കൺട്രോൾ ഇല്ലാത്തത്? കാരണം ആണുങ്ങൾ വിഷ്വൽ ബീങ്സ് ആണ്. അവർ വിഷ്വലി സെക്ഷലി സ്റ്റിമുലേറ്റഡ് ആവുന്ന ആൾക്കാരാണ്.
ഒരു കാര്യം ഒന്ന് ആലോചിച്ചേ, പോണോഗ്രഫി ഇൻഡസ്ട്രിയുടെ ഏറ്റവും കൂടുതൽ കൺസ്യൂമേഴ്സ് ആരാണ്? ആണുങ്ങളാണ്. ഓഫ് കോഴ്സ് പോണോഗ്രഫി കാണുന്ന പെണ്ണുങ്ങളുണ്ട്, അതിൻ്റെ നമ്പേഴ്സ് ഒക്കെ കൂടിയിട്ടുണ്ട്. എന്നാൽ കൂടെ ഇപ്പോഴും അത് ഏറ്റവും കൂടുതൽ കാണുന്നത്, ഏറ്റവും റെഗുലർ ആയിട്ട് കാണുന്നത് ആണുങ്ങൾ തന്നെയാണ്. അതേസമയം ഈ റൊമാൻറ്റിക് നോവൽസ് ഒക്കെ ഇല്ലേ, അത് കൂടുതൽ എൻജോയ് ചെയ്യുന്നത് പെണ്ണുങ്ങളാണ്. അതാണ് അവിടുത്തെ ഡിഫറൻസ്. പിന്നെ ഒരു കാര്യം, ആണുങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ ആണ് അവരുടെ സെക്സ് ഡ്രൈവ് ഉണ്ടാക്കുന്നത്. പെണ്ണുങ്ങളെക്കാളും 10 to 20 ടൈംസ് കൂടുതലാണ് ആണുങ്ങളിലെ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ്. അപ്പം അതുകൊണ്ടാണ് പെണ്ണുങ്ങൾക്ക് ഈ കൺട്രോൾ കൂടുതലിടുന്നത്. അപ്പം അതിനകത്ത് ഒരു ഇത് വന്നായിരുന്നു, ആണുങ്ങളെ ഇത് സെക്ഷലി പ്രൊവോക്കേറ്റ്, റിവീലിംഗ് ആയിട്ടുള്ള വേഷം ഇട്ടാൽ സെക്ഷലി പ്രൊവോക്കേറ്റഡ് ആവുമെന്ന് ചോദിച്ചപ്പോൾ സീനാദേവി കുഞ്ഞമ്മ വീണ്ടും ചോദിച്ചു, ആര് പ്രൊവോക്കേറ്റഡ് ആവും? യെസ്, ആണുങ്ങളാണ് പ്രൊവോക്കേറ്റഡ് ആവുന്നത്. അതിന് ഈ ബയോളജിക്കൽ ആൻഡ് എവല്യൂഷണറി ആയിട്ട് വന്ന ഈ റീസൺസ് ഉള്ളത് കൊണ്ടാണ് ആണുങ്ങളാണ് കൂടുതൽ പ്രൊവോക്കേറ്റഡ് ആവുന്നത്. പിന്നെ ഈ പോണോഗ്രഫി സൈറ്റ്സിൽ ആണുങ്ങൾ കാണുന്ന ആരെയാണ്? പെണ്ണുങ്ങളെയാണ് കാണുന്നത്. പെണ്ണുങ്ങൾ ബൈ ഫാർ ആണുങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി എന്താ? പോണോഗ്രഫിയാണ്. അവിടെ പെണ്ണുങ്ങൾക്കാണ് ഡിമാൻഡ്, കാരണം അത് യൂസ് ചെയ്യുന്നത് കൂടുതലും ആണുങ്ങളാണ്. പിന്നെ ഓർക്കാറുണ്ട് ഈ സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിപാടി. അല്ലേ നമ്മളാരും തിരിഞ്ഞു നോക്കാത്ത ആളുകളായിരിക്കും, അവർ ഇച്ചിരി തുണിയൊക്കെ ഊരി സബ്സ്ക്രിപ്ഷൻ പരിപാടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ആണുങ്ങളുടെ ക്യൂ ആണ് ഇതിന്. അതേസമയം ഒരു ആണ് തുണിയൂരി നിന്നാൽ എത്ര പെണ്ണുങ്ങൾ പോകും? പക്ഷെ പെണ്ണുങ്ങൾക്ക് തുണിയൂരി കഴിഞ്ഞാൽ വളരെ ഡിമാൻഡാണ്. ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, അക്രോസ് ദി വേൾഡ് എല്ലാ സൊസൈറ്റിയിലും, മോഡേൺ സൊസൈറ്റിയിലും അല്ലാത്ത സൊസൈറ്റിയിലും ഒക്കെ എവിടെയാണെങ്കിലും പെണ്ണുങ്ങൾ തുണി ഊരിയാൽ അവരെ ഫോളോ ചെയ്യാൻ ഒത്തിരി ആൾക്കാർ വരും. അപ്പൊ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ആ ഒരു ഡിഫറൻസ് ഉണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ. ഇത് ഇഗ്നോർ ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഇത് അറിയത്തില്ലാത്തതുകൊണ്ടാണോ എന്താണോ, അതുകൊണ്ടായിരിക്കും ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നത്, എന്തുകൊണ്ട് പെണ്ണുങ്ങൾക്ക് മാത്രം വിലക്ക് ആണുങ്ങൾക്ക് വിലക്കൊന്നുമില്ലല്ലോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓവർ ദി ഇയേഴ്സ് ആണുങ്ങളുടെ ഡ്രസ്സിങ്ങിൽ അത്ര വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അവരൊന്നെങ്കിൽ ഒരു പാൻറ്, അല്ലെ ഷർട്ട്, മുണ്ട്, ഷോർട്സ്, അവർ പണ്ട് തൊട്ടേ ഇട്ടുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് അവർ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അതേസമയം പെണ്ണുങ്ങളുടെ വസ്ത്രത്തിന്റെ അളവ് ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആണുങ്ങൾ അങ്ങനെ ചെയ്യുന്നൊന്നുമില്ല. ആണുങ്ങൾ അക്കാര്യത്തിൽ വലിയ ബോധമൊന്നും അല്ല. എന്തുകൊണ്ടാണത്? നമ്മൾ ആണുങ്ങളെ ജഡ്ജ് ചെയ്യുന്ന അവരുടെ ലുക്സ് വെച്ചിട്ടല്ല. ഓഫ് കോഴ്സ് ലുക്സ് മാറ്റർ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൽ കൂടുതൽ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തോരം ഏൺ ചെയ്യുന്നു, അവന്റെ സാമ്പത്തിക ഭദ്രത, അവന് എന്തോരം ഒരു പെണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും എന്നൊക്കെയുള്ള സംഭവം വെച്ചിട്ടാണ് ഒരു പെണ്ണ് ആണിലേക്ക് അട്രാക്റ്റഡ് ആവുന്നതും അവരെ ജഡ്ജ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ആണുങ്ങൾ അവർ സ്വയം ബ്യൂട്ടിഫുൾ ആവുന്ന കാര്യത്തിലല്ല അവർ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അവര് അവരുടെ കരിയർ ബിൽഡ് ചെയ്യാനും അവർ ഫിനാൻഷ്യലി സെറ്റ് ആകാനും ഒക്കെ ഉള്ളതിനാണ് അവർ കൂടുതൽ മെനക്കെടുന്നത്. അപ്പൊ ഇങ്ങനെ ആണുങ്ങളെ ആരും ജഡ്ജ് ചെയ്യുന്നില്ല, പെണ്ണുങ്ങളെ മാത്രം ഇങ്ങനെ കാര്യങ്ങളിൽ കൺട്രോൾ ചെയ്യുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മൾ നമ്മുടെ ഓപ്പോസിറ്റ് സെക്സിനെ ജഡ്ജ് ചെയ്യുന്നത് സെയിം ബാർ വെച്ചിട്ടല്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ, ഫോർ എക്സാമ്പിൾ ഒരു കോടതിയിൽ പോണേൽ അവിടെ സ്ട്രിക്ട് ഡ്രസ് കോഡ് ഉണ്ട്. റിവീലിംഗ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഒന്നും അവിടെ ഇടാൻ പറ്റത്തില്ല. അവിടെ ബോഡി വെൽ കവേർഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് ആണ് അവിടുത്തെ ഡ്രസ് കോഡ്. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, അക്രോസ് ദി വേൾഡ്, ഈ പറയുന്ന വെസ്റ്റേൺ കൺട്രീസിലെല്ലാം ഒരു കോടതി പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുമ്പോൾ അവർ വെൽ കവേർഡ് ആയിട്ട് വേണം പോകാൻ. അതെന്തുകൊണ്ടാണ്? കാരണം അവിടെ ചെല്ലുന്നവർ അവർ റെസ്പെക്റ്റബിൾ ആയിട്ട് പ്രസന്റ് ചെയ്യണം, അവിടെ ഇരിക്കുന്നവരും ദേ ഡിസേർവ് റെസ്പെക്ട് എന്നുള്ള കാര്യം ഉള്ളത് കൊണ്ടാണ് അവർ കവേർഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഇട്ടുകൊണ്ട് പോകുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോകുമ്പോൾ റിവീലിംഗ് ആയിട്ട് ക്ലോത്ത് ഇടാൻ പാടില്ല, കവേർഡ് ആയിട്ടുള്ള ക്ലോത്ത് ഇടണം എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ എന്തുകൊണ്ട് ഒരു പബ്ലിക് സ്പേസിൽ വരുമ്പം റെസ്പെക്ട്ഫുള്ളി ഡ്രസ്സ് ചെയ്യണം എന്ന് പറയുന്നതിനെ ആൾക്കാർ എതിർക്കുന്നു? പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ തുണിയില്ലായ്മ എന്നുള്ള പരിപാടി പ്രൊമോട്ട് ചെയ്യുന്ന നമ്മുടെ സിനിമ ഫീൽഡിലാണ്, എസ്പെഷ്യലി ബോളിവുഡ്. ഞാൻ നോക്കുന്നുണ്ട്, ഞാൻ ചെറുപ്പത്തിൽ 2000s ഫിൽംഫെയർ അവാർഡ്സ് ഒക്കെ കണ്ടിട്ടുള്ള ആളാണ്. ആ സമയത്ത് വളരെ പോപ്പുലർ ആയിട്ടുള്ള സ്റ്റാർസ് ലൈക്ക് കജോൾ, ഐശ്വര്യ റായ്, ഇവരൊക്കെ വെരി വെൽ ഡ്രസ്ഡ്, നല്ല കവേർഡ് ആയിട്ടുള്ള കുർത്തയും സാരിയൊക്കെ എടുത്താണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ആൾക്കാരുടെ വേഷം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ എക്സ്പോസ് ചെയ്യാവോ അതൊക്കെ എക്സ്പോസ് ചെയ്തുകൊണ്ടാണ് അവർ വരുന്നത്. പക്ഷെ ഈ സെയിം സ്റ്റാർസ് തന്നെ ഇപ്പോൾ ഒരു പ്രസിഡന്റിന്റെ അടുത്തുനിന്നോ ഒരു പ്രൈം മിനിസ്റ്ററിന്റെ അടുത്തുനിന്നോ എന്തെങ്കിലും അവാർഡ് വാങ്ങാനോ അല്ലെ എന്തെങ്കിലും മീറ്റ് ആൻഡ് ഗ്രീറ്റിനൊക്കെ പോകുമ്പം അവർ വളരെ മാന്യമായിട്ട് കവേർഡ് ആയിട്ടുള്ള വേഷമിട്ടാണ് പോകുന്നത്. എങ്ങനെ ഡിഗ്നിഫൈഡ് ആയിട്ട് ഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അവർക്ക് അറിയാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വളരെ പവർഫുൾ പൊസിഷൻസിൽ ഉള്ളവർ ലൈക്ക് IAS അല്ലെ IPS അല്ലെ പറയുന്ന കോടതിയിലുള്ള ജഡ്ജ് അല്ലെ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, ഇവർക്കൊക്കെ നല്ല സ്ട്രിക്റ്റ് ഡ്രസ് കോഡ് ഉണ്ട്. അവരൊക്കെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള കവേർഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് ആണ് അവരിടുന്നത്. കാരണം എന്താ, ദേ ആർ ഇൻ എ വെരി ഡിഗ്നിഫൈഡ് പൊസിഷൻ. അപ്പൊ അവർക്ക് ആ പൊസിഷനിൽ ഇരിക്കുമ്പം അവർ റിവീലിംഗ് ആയിട്ടുള്ള വേഷങ്ങൾ ഇടാറില്ല. റോയൽ ഫാമിലിനെ എടുക്കാം. റോയൽ ഫാമിലിക്കൊക്കെ ഇപ്പോഴും സ്ട്രിക്റ്റ് ഡ്രസ് കോഡ് ഉണ്ട്. അവർക്ക് സർട്ടൻ പാർട്സ് ഓഫ് അവരുടെ ബോഡി റിവീൽ ചെയ്യാൻ പറ്റത്തില്ല.
കവേർഡ് ആയിരിക്കണം എന്നുള്ള ഡ്രസ് കോഡ് അവരിപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ടീനേജർ ആയിട്ടുള്ളൊരു മോളുണ്ട്. അപ്പം അവളോടൊക്കെ ഞാൻ പറയാറുണ്ട്, കാരണം അവള് ഇന്നത്തെ സമൂഹത്തിൽ അവൾ കാണുന്ന എന്താ, റിവീലിംഗ് ആയിട്ടുള്ള ക്ലോത്ത്സ്, അതുപോലെ തന്നെ നെയിൽസ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ആക്സസറീസ്, ഇതൊക്കെ യൂസ് ചെയ്ത് കുട്ടികൾ സ്വയം മോർ ബ്യൂട്ടിഫുൾ ആകാനും മോർ കോൺഫിഡൻ്റ് ആകാനും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഞാനൊക്കെ എൻ്റെ മോളോടോ അല്ലെ അവളുടെ പ്രായത്തിലുള്ള പിള്ളേരോടൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ആദ്യം ഈ ബോഡി എക്സ്പോസ് ചെയ്ത് കോൺഫിഡൻസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കാതെ ബോഡി കവർ ചെയ്ത് ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യാതെ ഒന്ന് കോൺഫിഡൻ്റ് ആയി കൂടെ, നിങ്ങളുടെ യുവർ ഓൺ സ്കിന്നിൽ യുവർ ഓൺ ബോഡിയിൽ നിങ്ങളൊന്ന് കോൺഫിഡൻ്റ് ആയി നോക്ക്. കാരണം ഈ ഒരു പ്രായത്തിൽ അവർ ദേ ആർ വെരി യൂത്ത്ഫുൾ ആൻഡ് ദേ ആർ വെരി ബ്യൂട്ടിഫുൾ. നാച്ചുറലി തന്നെ അവർ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഈ പ്രായത്തിൽ അവരുടെ സ്കിന്നിൽ കോൺഫിഡൻ്റ് ആകാൻ പറ്റുന്നില്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് എങ്ങനെയായിരിക്കും? ഈ സ്ത്രീകളെ എംപവറിങ് ആക്കാനുള്ള, അല്ലെങ്കിൽ സ്ത്രീകളെ മോർ കോൺഫിഡൻ്റ് ആക്കാനുള്ള എന്ന് പറഞ്ഞു വരുന്ന ഈ സംഭവങ്ങൾ, ഈ മേക്കപ്പ്, ഇതിനൊക്കെ ഈ ചെറു പ്രായത്തിൽ തന്നെ ആൾക്കാരെ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ മുന്നോട്ടുള്ള അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും? ഇത് ശരിക്കും എംപവറിങ് ആണോ? നമുക്ക് നമ്മുടെ സ്വന്തം സ്കിന്നിൽ നമുക്ക് കോൺഫിഡൻ്റ് ആകാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് അതാണോ എംപവർമെൻറ്റ്? ഐ അണ്ടർസ്റ്റാൻഡ്, നമുക്ക് എല്ലാവർക്കും പേഴ്സണൽ ചോയ്സും റൈറ്റും ഒക്കെ ഉണ്ട്, നമുക്ക് ഇഷ്ടം പോലെ ഡ്രസ്സ് ചെയ്യാൻ. പക്ഷേ ഇറ്റ് ഈസ് അപ് ടു അസ്. നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ പബ്ലിക്കിൽ നമ്മുടെ ബോഡി നമ്മളെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അത് ഡിഗ്നിറ്റിയോടെ വിത്ത് റെസ്പെക്റ്റ് പ്രസൻറ്റ് ചെയ്യണോ എന്നുള്ളത് നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പിന്നെ ഈ ചർച്ചയുടെ അവസാനം അവിടെ സ്ത്രീ പറയുന്നുണ്ട്, നമ്മളൊരു വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ ആ വീട് ലോക്ക് ചെയ്തിട്ടാണ് പുറത്ത് പോകുന്നത്. കാരണം നമുക്കറിയാം വീട് തുറന്നിട്ട് അവിടെ കള്ളം കയറാനുള്ള ചാൻസ് ഉണ്ട്, അവിടുത്തെ വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പം നമ്മൾ നമ്മുടെ ശരീരത്തെ വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രീറ്റ് ഇറ്റ് വിത്ത് റെസ്പെക്റ്റ്. അല്ലാതെ ബാക്കിയുള്ളവർക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാനും മിസ്ട്രീറ്റ് ചെയ്യാനും നമ്മൾ നമ്മുടെ ബോഡി ഇട്ട് കൊടുക്കാതിരിക്കുക. താങ്ക് യു.